അവർ മൈൻ ചെയ്തെടുക്കുന്ന കീസറൈറ്റ് എന്ന് പറഞ്ഞൊരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. കീസറൈറ്റിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഒരു സൾഫറാണ് ഇതിനകത്ത് വരുന്നത്. നമുക്ക് കോപ്പർ ബേസിലുള്ള ഫംഗിസൈഡുകളൊക്കെ ഇനി അവൈലബിലിറ്റി വളരെ കുറവായിരിക്കും. അതിന് കാരണം എന്ന് വെച്ചാൽ കോപ്പർ മെയിൻലി നമുക്ക് അതിൻ്റെ റോ മെറ്റീരിയൽസ് വരുന്ന ഇറാനിൽ നിന്നും സൾഫർ കൂടുതലും ചൈനയിൽ നിന്നൊക്കെയാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, അഗ്രോബീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോകളിലൂടെയൊക്കെ നമ്മൾ കണ്ടിട്ട് നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് വീഡിയോ ചെയ്യാതിരിക്കുകയാണ്. നമുക്ക് കുറച്ച് തിരക്കുകൾ, അതേപോലെ തന്നെ നമ്മൾ ചെയ്ത് നോക്കിയ പ്രോഡക്റ്റുകൾക്ക് നമുക്ക് സക്സസ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാത്തതുകൊണ്ട് നമ്മൾ ട്രയലുകളൊക്കെ പരാജയപ്പെട്ടെന്ന് പറയാം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്കൊരു വീഡിയോ ചെയ്യാൻ അവസരം ഇല്ലായിരിക്കുകയാണ്. അതിൽ നമ്മൾ ട്രയൽ ചെയ്തതിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കിട്ടി. നമ്മളൊരു മൂന്നാമത്തെ ട്രയൽ ഇപ്പോൾ ഇത് ചെയ്തതാണ്. അത് K+S എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ എപ്സോടോപ്പ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റാണ്. ശരിക്കും ക്ലൈമറ്റ് അനുസരിച്ച് നോക്കുമ്പോൾ ഈ സമയത്ത് കൊടുക്കാൻ നല്ലൊരു പ്രോഡക്റ്റ് കൂടി ആയതുകൊണ്ട് നമ്മളിത് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ശരിക്കും എപ്സോടോപ്പ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ തോട്ടത്തിൽ ഉപയോഗിക്കുന്ന മഗ്നീഷ്യം സൾഫേറ്റില്ലേ, അത് തന്നെയാണ് ഈ എപ്സോടോപ്പ്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്നുള്ള ബ്രാൻഡുകളിൽ ഫോളിയർ ഗ്രേഡ് ആയിട്ട് മഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കാൻ കഴിയുന്ന ഒരു കോമ്പിനേഷനാണ് ഇത്. ശരിക്കും നമുക്ക് മഗ്നീഷ്യം സൾഫേറ്റ് എല്ലാം സോയിൽ ആപ്ലിക്കേഷൻ ഗ്രേഡാണ് വരുന്നത്. നമുക്ക് ഫോളിയർ കൊടുക്കണമെങ്കിൽ മഗ്നീഷ്യം നൈട്രേറ്റ് ആവാം, മഗ്നീഷ്യം സിലിക്കേറ്റ് ആകാം, അല്ലെങ്കിൽ നമ്മൾ ബഡ് മില്ലർ പോലുള്ള പ്രോഡക്റ്റുകൾ മഗ്നീഷ്യത്തിന് വേണ്ടി കൊടുക്കാം. അപ്പം അങ്ങനെയല്ലാതെ മഗ്നീഷ്യം സൾഫേറ്റ് ഫോമിൽ ഫോളിയർ ചെയ്യാൻ കഴിയുന്ന 100% വാട്ടർ സോളിബിളും പ്യൂർലി ഫോളിയർ ഗ്രേഡും ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് എപ്സോടോപ്പ് എന്ന് പറയുന്നത്. ശരിക്കും ഒരു ഇമ്പോർട്ടഡ് പ്രോഡക്റ്റ് ആണ് ഇത്. ജർമ്മനിയിലെ K+S എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഓൺ മൈനിൽ നിന്ന് തന്നെ അവർ മൈൻ ചെയ്തെടുക്കുന്ന കീസറൈറ്റ് എന്ന് പറഞ്ഞൊരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. കീസറൈറ്റിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഒരു സൾഫറാണ് ഇതിനകത്ത് വരുന്നത്. അതേപോലെ മഗ്നീഷ്യം അതുപോലെ തന്നെ മൈനിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇത് പ്യൂർലി ഓർഗാനിക് എന്ന് പറയുന്നത്. ഈ ഓർഗാനിക് ആയിട്ടുള്ള നമ്മളൊരു അഡ്വാൻറ്റേജ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% കോമ്പാക്റ്റബിലിറ്റി ആണ് എല്ലാ പ്രോഡക്റ്റും. അതിപ്പോൾ ഫംഗിസൈഡ് ആയിക്കോട്ടെ, പെസ്റ്റിസൈഡ് ആയിക്കോട്ടെ, അതായത് വാട്ടർ സോലിബിളോ ഫോളിയർ ഗ്രേഡ് വളങ്ങളോ എല്ലാം കൂടെ 100% സോലിബിൾ കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അതിൻ്റെ ഒരു കോമ്പിനേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MgSO4 7H2O എന്ന് പറഞ്ഞ ഫോമിനാണ്. ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു കോമ്പിനേഷൻ വരുന്നതിൻ്റെ സീക്രട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇത് മറ്റുള്ള മഗ്നീഷ്യം സൾഫേറ്റുകളെ അപേക്ഷിച്ച് ഒരു 7 times സോലിബിലിറ്റിയും അതേപോലെ അപ്ടേക്കും കൂടുതലായിരിക്കും. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള അപ്ടേക്കിംഗ് ആയിരിക്കും ഇത്. ശരിക്കും പറഞ്ഞാൽ പച്ചക്കറികളൊക്കെ ഉപയോഗിച്ച് ഒരു 4 to 5 മണിക്കൂർ കഴിയുമ്പോൾ തൊട്ട് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് ചെടിയെ കാണാൻ കഴിയുന്നതാണ് പറയുന്നത്. അത്ര ഫാസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണോ കമ്പനി അവകാശപ്പെടുന്നത്. നമ്മളെ കാടമത്തിലൊന്നും അത് പോസിബിൾ അല്ല. അത്ര നാരുകെട്ടിയുള്ള ചെടി, അത്രയും വലിയ ചെടി, വളരെയധികം ചിമ്പുകളും കാര്യങ്ങളും ഒരേ സമയത്ത് പൂക്കുക, കായ്ക്കുക, ചിമ്പടിക്കുക, വേരുണ്ടാകുക, ഇതേപോലെ രോഗങ്ങൾ, പല പല രോഗങ്ങൾ ഫേസ് ചെയ്യുന്ന ചെടികൾ, അങ്ങനെ ഒരു സസ്യമാണ് കാടമ. അപ്പം അതുകൊണ്ട് നമുക്കൊരു 1-2 ദിവസം കൊണ്ടായിരിക്കും നമുക്ക് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് വിസിബിളി കാണാൻ കഴിയും. നമ്മളിത് ട്രയൽ ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്ക് കിട്ടിയൊരു മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ഗ്രീനിഷ് കളറാകും. ലീഫൊക്കെ നല്ല കറുകറാന്നുള്ളൊരു പച്ച കളറിലോട്ട് മാറി വരും. അതേപോലെ തന്നെ കായ്ക്ക് നല്ലൊരു കളറാണ്. ശരിക്കും നമ്മൾ ഈ ഒരു സമയങ്ങളൊക്കെ ഈ ബാൻ ചെയ്യുന്നതിന് മുമ്പൊക്കെ ഏലക്കായ്ക്ക് കളർ അടിച്ചു വരുന്നൊരു സാഹചര്യം ഇല്ലായിരുന്നു. അതുപോലൊരു കളർ നമുക്ക് കായ്കളിൽ കണ്ടുവരുന്നത്. നമ്മൾ അതിൻ്റെ ഒരു ഫോട്ടോ ആഡ് ചെയ്തേക്കാം. നമ്മൾ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കായുടെ കളറിൻ്റെ. അതുകൂടാതെ നമുക്ക് കുറച്ച് അത് വേനലായതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നത് ഒരു അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലവറിങ് ഉണ്ടായിരുന്നു. കായ് സെറ്റിങ്സ് അത്യാവശ്യമുണ്ട്. പക്ഷെ നമുക്ക് ആ ഉണ്ടായി വരുന്ന ഫ്ലവർ മുഴുവൻ കായ് സെറ്റാകാത്തതിൻ്റെ കാരണം നമ്മുടെ കാലാവസ്ഥ കൊണ്ട് തന്നെയാണ്. നമുക്ക് ഉപയോഗിക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലവറിങ് ഉണ്ടാകുന്നതായിട്ട് കണ്ടുവരുന്നത്. ശരിക്കും നമുക്ക് മഗ്നീഷ്യം എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെടിയുടെ ഫോട്ടോസിന്തസിസ് അതിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെടിയിലെ ഹരിതകം കുറയുന്നത് റീപ്ലേസ് ചെയ്തുകൊണ്ട് ഹരിതകം നമുക്ക് ചെടിക്ക് ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി കൊടുത്തുകൊണ്ട് ഹരിതകം കൂടി കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ചെടിയിൽ ഫോട്ടോസിന്തസിസ് നടക്കുക, അതിനനുസരിച്ച് പൂവും കായൊക്കെ ചെടിയിലുണ്ടാകും. അതാണ് ഇതിൻ്റെ ഒരു വർക്കിങ്. പിന്നെ ഇതിൽ വേറൊരു അഡ്വാൻറ്റേജ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിലുള്ള മഗ്നീഷ്യം സൾഫേറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കെമിക്കൽ ഫോമിലാണ്. മഗ്നീഷ്യം അതായത് സൾഫ്യൂരിക് ആസിഡിൻ്റെ ഒരു ഫോമാണ് സൾഫർ. അപ്പോൾ ഈ ഒരു കെമിക്കൽ ബ്ലെൻഡ് ചെയ്തുണ്ടാക്കുന്ന മഗ്നീഷ്യം സൾഫേറ്റ് നമ്മൾ ഉപയോഗിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഈ സൾഫർ എന്നിട്ട് ചെടിയിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക, ചെറിയ തോതിലുള്ള മഞ്ഞപ്പിഞ്ചും ഒരു ചെറിയ സ്കോച്ചിങ് ഒക്കെ അനുഭവപ്പെടുന്നത് നമ്മൾ സ്പ്രേ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്. നമ്മൾ സാധാരണഗതിയിൽ മഗ്നീഷ്യം സൾഫേറ്റ് സോയിൽ ആപ്ലിക്കേഷനാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മളത് ചെയ്യുമ്പോൾ ഈ ഒരു പ്രശ്നം നമുക്ക് മണ്ണിലാണെങ്കിൽ ഈ ഒരു പ്രശ്നം നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ ഈ സൾഫ്യൂരിക് ആസിഡിൻ്റെ ഒരു ചെറിയൊരു പെർസെൻറ്റേജ് മണ്ണിലോട്ട് വരും ഈ സൾഫർ ചെന്ന് കഴിയുമ്പോഴത്തേക്കും. ആ ഒരു പ്രശ്നത്തെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ടും നല്ലൊരു പ്രോഡക്റ്റാണ്. നമുക്കൊരു എന്താ പറയുക വളരെയധികം ചാക്കുകളൊന്നും മേടിച്ച് സോയിൽ ആപ്ലിക്കേഷൻ ചെയ്യുന്നതിലും ഈസി ആയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഫോളിയർ കൊടുക്കുന്നതിൻ്റെ കൂടെ 1/2 കിലോ തൊട്ട് 1 കിലോ വരെ നമ്മളൊരു സ്പ്രേ കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം അടിപൊളി റിസൾട്ടാണ്. ഇതിൽ അത് ഫോളിയർ ഗ്രേഡ് അത് മെൻഷൻ ചെയ്യാനായിട്ട് അവരിങ്ങനെ ഒരു വെള്ളത്തുള്ളിയുടെ പടങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വില ഏകദേശം വരുന്നത് 1 കിലോയ്ക്ക് 200 തൊട്ട് 250 രൂപ വരെ വില വരുന്നുണ്ട്. 5 കിലോ പാക്കിങ്ങിന് വരുന്നത് 800 തൊട്ട് 850 രൂപ വരെയാണ് വരുന്നത്.
അങ്ങനെ ഒരു നല്ലൊരു കോമ്പിനേഷനാണ്. ശരിക്കും ഇതൊരു ഒരു വീഡിയോക്കുള്ള സ്കോപ്പ് ഉണ്ടെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചാണ്. ഒരു സിംഗിൾ ന്യൂട്രിയൻ്റ് ആണ് ശരിക്കും മഗ്നീഷ്യം സൾഫേറ്റ് നമ്മളൊരു വീഡിയോ ചെയ്യണം. പക്ഷെ അതിന്റെ റിസൾട്ട് നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തേക്കുന്നത് വെച്ചാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്യുവർലി ഓർഗാനിക് ആണ്. അതുകൊണ്ടാണ് ഇത് ഫംഗിസൈഡിൻ്റെ കൂടെ കോമ്പാക്റ്റബിൾ ആകുന്നത്. അപ്പം ഇത് ഞാൻ പറഞ്ഞില്ല, കീസറേറ്റ് എന്ന് പറഞ്ഞാൽ മിനറൽസിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന സൾഫർ ആയതുകൊണ്ട് തന്നെ യാതൊരു സ്കോർച്ചിങ്ങും ചെടിയിൽ ഉണ്ടാക്കില്ല, യാതൊരു ഹീറ്റും പ്രൊഡ്യൂസ് ചെയ്യാതെ. അപ്പോൾ നമുക്ക് ചെടിക്ക് വളരെ എന്താ പറയുക, ഒരു നല്ലൊരു എൻവയോൺമെന്റിൽ ചെടിക്ക് നമുക്ക് കൊടുക്കാൻ കഴിയും. ശരിക്കും ഒരു തണുപ്പാണ് ഇത് കൊടുക്കുമ്പോൾ കിട്ടുന്നത്. മിനറൽ ആയതുകൊണ്ട് ഹീറ്റ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ആ സമയത്ത് മഗ്നീഷ്യം ചെടിക്ക് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക്, ഈ വേനൽക്കാലത്ത് കിട്ടിക്കഴിയുമ്പോൾ ഈ മഞ്ഞപ്പൊക്കെ ഒന്ന് മാറും. പിന്നെ നമ്മളിത് ഫംഗിസൈഡിനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഫംഗൽ ഡിസീസ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സക്കിങ് പെസ്റ്റുകളൊക്കെ കൊണ്ട് നമ്മളിപ്പോൾ നമുക്കറിയാം ഊരിനൊക്കെ ചെടി ആക്രമിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ആ ഭാഗത്ത് സെല്ലിന് ടിഷ്യൂവിന് ഒരു ഡാമേജ് വന്നിട്ട് അവിടെ ഒരു മഞ്ഞ കളറും ഒരു ചെറിയ ബ്രൗൺ ഷെയ്ഡൊക്കെ വരുന്നതാണ്. ആ ഒരു ടിഷ്യൂവിനൊക്കെ ഒരു പച്ച കളറിലോട്ട് കൊണ്ടുവരാനായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് നല്ലൊരു ഐറ്റമാണ്. അപ്പം നമുക്ക് ഫിസേറിയം പോലുള്ള ഫംഗൽ ഡിസീസ് വന്നു കഴിയുമ്പോൾ മഞ്ഞ കളർ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഫംഗിസൈഡിൻ്റെ കൂടെ ചേർത്ത് ഇത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒരേ ടൈമിൽ ഫംഗൽ ഡിസീസ് മാറുകയും ചെയ്യും. അതേപോലെ ചെടിക്ക് ഒരു പച്ച കളറിലോട്ട് വരുന്നതായിട്ട് കണ്ടിരുന്നു. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആയിട്ട് വന്നത്. പിന്നെ ഇത് ഗ്രാനുലേറ്റഡ് ഫോമിലാണ് വരുന്നത്. ശരിക്കും നമുക്ക് 100% വാട്ടർ സോല്യൂബിൾ ആണ്. അതേപോലെ തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് സോല്യൂബിളും ആകുന്നുണ്ട്, ഫാസ്റ്റ് ആയിട്ടുള്ള അപ്ടേക്കിങ് നടക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം നമ്മൾ റിസൾട്ട് കിട്ടി. ആ ഒരു ഗ്രീൻ കളർ കാണുമ്പോഴത്തേനും ശരിക്കും ഇതിൻ്റെ ഒരു റിസൾട്ട് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലവറിങ്ങും അതേപോലെ തന്നെ നല്ലൊരു കളറുമാണ് നമ്മുടെ ചെടിയിൽ വരുന്നത്. അത് നമ്മൾ നമ്മുടെ ഫോട്ടോ അതിലൂടെ ആഡ് ചെയ്തേക്കാം. ഇതൊക്കെയാണ് K+Sന്റെ എപ്സോടോപ്പിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മൾ ധൈര്യമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വലിയധികം കോസ്റ്റ്ലി അല്ല, നമുക്ക് അത്യാവശ്യം ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു കോമ്പിനേഷനാണ്. കൂടിപ്പോയ ഒരു 200 രൂപ ഒരു ബാരൽ കോസ്റ്റ് വരും. നമുക്ക് മഗ്നീഷ്യത്തിന്റെ കുറവ് ഡെഫിഷ്യൻസി ചെടിയിൽ കണ്ടു ലീഫിന്റെ അഗ്രഭാഗങ്ങളിലെ മഞ്ഞ കളറൊക്കെ കാണുന്നവർക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഒരു കാരണവശാൽ സ്കോച്ചിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും, ഒരു കെമിക്കലിന്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടല്ല. പ്യുവർലി ഓർഗാനിക് ആണ്. ശരിക്കും നമ്മുടെ എന്താ പറയുക, പോളിസൾഫേറ്റ് ഒക്കെ എടുക്കുന്ന പോലെ തന്നെ മൈൻ ചെയ്ത് തന്നെ എടുക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇതാണ് പറയാനുള്ളത്. പിന്നെ നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. പിന്നെ ഇവര് നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു എക്സെപ്ഷൻ പറയുന്നുണ്ട്. ഫംഗിസൈഡ്, പെസ്റ്റിസൈഡ്, ഫോളിയർ ഒക്കെ ഉപയോഗിക്കുമ്പോൾ ബ്രാൻഡഡ് കമ്പനികളിലൂടെ തന്നെ ഉപയോഗിക്കണം. ലോക്കൽ കമ്പനികളിലൂടെ ഉപയോഗിച്ചിട്ട് വല്ല റിയാക്ഷൻ ഉണ്ടായാൽ അത് അവർക്ക് ഉത്തരവാദിത്തമില്ലെന്ന് അവർ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ നല്ല ബ്രാൻഡുകളെല്ലാം അവരുടെ പ്രോഡക്റ്റിന്റെ ലേബിൾ ക്ലെയിമിൽ അത് ക്ലെയിം ചെയ്യാറുണ്ട്. അവരത് പറഞ്ഞിട്ടുണ്ട്. നല്ല പ്രോഡക്റ്റ്, നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളിലൂടെ ഉപയോഗിക്കുള്ളൂ. അത് ഫംഗിസൈഡ് ആയാലും പെസ്റ്റിസൈഡ് ആയാലും ഫോളിയർ ആയാലും അത് ശ്രദ്ധിക്കാൻ അവർ പറഞ്ഞിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഇത് കൂടാതെ നമുക്ക് ഏലകൃഷിയിൽ ഫേസ് ചെയ്യുന്ന ഒരു വലിയ 1-2 പ്രശ്നങ്ങളുണ്ട്. അതിനെക്കുറിച്ചും കൂടെ നമുക്ക് ചർച്ച ചെയ്ത് നമ്മുടെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ പേഴ്സണലി നമ്മൾ ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ പറയാൻ പറഞ്ഞു. നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലുള്ള പല സ്റ്റേറ്റുകളിലും ഇലക്ഷൻ വരുന്നതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ മാസങ്ങളിൽ കണ്ടമാനം ലേബേഴ്സ് ഇവിടുന്ന് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ തോട്ടത്തിൽ വെള്ളമൊഴിയും കാര്യങ്ങളൊക്കെ നടക്കുന്നു. ആ ഒരു സമയത്ത് ഇവരെല്ലാം അങ്ങോട്ട് മാറി കഴിയുമ്പോഴത്തേക്ക് കായെടുപ്പ് ഉള്ളവർക്ക് കായെടുപ്പ് പെൻഡിങ് ആകും, കവാത്ത് പെൻഡിങ് ആകും, വെള്ളമൊടിക്കാൻ വേണ്ട വലിയ വലിയ തോട്ടങ്ങൾ ആ പണികളെല്ലാം പെൻഡിങ് ആകും. അതൊരു വലിയ പ്രശ്നമായിട്ട് നമുക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രശ്നമാണ്. ഇതിനെ ഓവർകം ചെയ്യാനായിട്ട് നമ്മളെല്ലാം ഒരു പ്രിക്കോഷൻ എടുത്ത് നിൽക്കണം. എന്തെങ്കിലും എവിടുന്നേലും ലേബറുകളെ നമ്മൾ അറേഞ്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അറേഞ്ച് ചെയ്ത് എപ്പോഴും നമ്മൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത് കൂടാതെ നമ്മളെ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മുടെ എന്താ പറയുക, സർക്കാർ സംവിധാനങ്ങളിൽ ഒരു കെടുകാര്യസ്ഥത എന്നൊക്കെ പറയല്ലേ. അത് 1-2 കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഒന്ന്, നമ്മുടെ KC ബോർഡിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്, നമുക്ക് അത്യാവശ്യമായിട്ട് വെള്ളം നനയ്ക്കേണ്ട ദിവസങ്ങളിലെല്ലാം കറണ്ടിന് ഭയങ്കര പ്രശ്നങ്ങളാണ്. വോൾട്ടേജ് കാണില്ല, ഒട്ടും വോൾട്ടേജില്ല. ഒരു 130-140 വോൾട്ടൊക്കെ ആയിരിക്കും ഒരു ലൈൻ വോൾട്ട് കാണിക്കുന്നത്. നമ്മുടെ മോട്ടറുകൾ അതിൽ വർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് കുളക്കൻ്റെ നിന്നൊക്കെ വെള്ളം എടുക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാവരെ കൊണ്ട് സ്റ്റെപ്പ് ഒന്നും വെച്ച് ഇത് ഓടിക്കാൻ പറ്റുന്ന സാഹചര്യം ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ വരുന്നൊരു പ്രശ്നമാണ് ഇപ്പോൾ നമുക്ക് മരുന്നടിക്കാനായിട്ട് പെട്രോൾ, ഡീസലൊക്കെ അവൈലബിൾ ജാറിൽ കിട്ടാത്തൊരു സാഹചര്യം യുദ്ധത്തിൻ്റെ ഒരു പ്രശ്നങ്ങൾ കൊണ്ട്. അതിനുള്ള പ്രിക്കോഷനുകൾ നമ്മൾ എടുത്തിരിക്കുക. കുറച്ചൊക്കെ പെട്രോളാണ് കിട്ടുന്നതെങ്കിൽ മാക്സിമം സേവ് ചെയ്ത് കറണ്ടുള്ള സമയങ്ങളിൽ കറണ്ട് മോട്ടറിലൊക്കെ മരുന്നടിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് നമ്മൾ അതൊന്നും മാനേജ് ചെയ്യണം. നമ്മളെല്ലാവരും പെട്രോൾ ഈസി ആയിട്ട് കിട്ടുന്നതുകൊണ്ട് കെയർലെസ് ആയിട്ട് എല്ലാവരും ഹാൻഡിൽ ചെയ്യുന്നതായിരുന്നു. അതൊക്കെ മാറുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ യുദ്ധത്തിൻ്റെ ഒരു ഇതിൽ. ഇത് കൂടാതെ യുദ്ധം കൊണ്ട് നമുക്ക് വരാൻ പോകുന്ന വലിയൊരു പ്രശ്നമാണ് നമ്മുടെ ന്യൂട്രിയൻസ്. ഇപ്പം നമുക്കറിയാം ഫോസ്ഫറസ് വളങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ MAP, SOP അല്ലെങ്കിൽ 13.045 അങ്ങനെയുള്ള സാധനങ്ങൾക്കെല്ലാം ഒരു 20% വില കൂടും. എല്ലാ പ്രോഡക്റ്റുകളും തന്നെ വെച്ചോളൂ. നിങ്ങൾക്ക് വരാൻ പോകുന്ന എല്ലാ വാട്ടർ സോല്യൂബിൾ സ്റ്റേറ്റ് ഫെർട്ടിലൈസർ, പെസ്റ്റിസൈഡിന് എല്ലാത്തിനും ഒരു 25 തൊട്ട് 30% വരെ വില കൂടാൻ ഭയങ്കര സാധ്യത കൂടുതലാണ്. അതിനുള്ള സാധ്യതകൾ ഉറപ്പാണ്. അടുത്ത മാസത്തോട് ചെല്ലുമ്പോഴത്തേക്ക് ഈ സാധനങ്ങൾക്കെല്ലാം അത്യാവശ്യം നല്ല വിലയാകാൻ സാധ്യതയുണ്ട്.
ആ ഒരു പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നതാണ് ഈ ന്യൂട്രിയൻസിൻ്റെയും പെസ്റ്റിസൈഡിൻ്റെയും കാര്യത്തിൽ. അപ്പോൾ അതിനുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും വാങ്ങിച്ച് വെക്കാനുള്ള ഇതൊക്കെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചെടുത്ത് വെക്കുന്നത് നമുക്ക് നല്ലതായിരിക്കും. അതിപ്പോൾ സ്റ്റേറ്റ് ഫെർട്ടിലൈസർ ആയാലും വാട്ടർ സോല്യൂബിൾ ആയാലും അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഈ മേഖലയിൽ തന്നെ നമുക്ക് കോപ്പർ ബേസ്ഡുള്ള ഫംഗിസൈഡുകളൊക്കെ ഇനി അവൈലബിലിറ്റി വളരെ കുറവായിരിക്കും. അതിന് കാരണം എന്ന് വെച്ചാൽ കോപ്പർ മെയിൻലി നമുക്ക് അതിൻ്റെ റോ മെറ്റീരിയൽസ് വരുന്ന ഇറാനിൽ നിന്നും സൾഫർ കൂടുതലും ചൈനയിൽ നിന്നൊക്കെയാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ 2 രാജ്യങ്ങളിൽ നിന്ന് കയറ്റുമതി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇറാനിലെ പ്രശ്നം കൊണ്ട് കോപ്പർ വരാതായി കഴിഞ്ഞാൽ കോപ്പർ സൾഫേറ്റിൻ്റെ വില ക്രമാതീതമായിട്ട് കൂടിപ്പോകും. നമുക്ക് തുരിശടിക്കാനുള്ളവരൊക്കെ നമുക്ക് കോപ്പർ സൾഫേറ്റ് അവൈലബിൾ ആകുന്നുണ്ടെങ്കിൽ മേടിച്ച് വെക്കുക. കഴിഞ്ഞ വർഷം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു 285 തൊട്ട് 300 രൂപയ്ക്ക് വരെ മേടിച്ച സാധനം ഇപ്പോൾ 400, 450, 460 അങ്ങനെ പല റേറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വർണ്ണത്തിൻ്റെ വില കൂടുന്നത് ഇതൊരു കാരണമാണ്. കോപ്പറിൻ്റെ ഒരു പ്രൊഡക്ഷനിൽ വരുന്ന ഒരു വില കയറ്റത്തിന് വരുന്നതാണ്. അപ്പോൾ നമ്മൾ കൃഷിക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ യുദ്ധവും ഈ പ്രശ്നങ്ങളും എല്ലാം സ്വർണ്ണത്തിൻ്റെ വില എല്ലാം കൂടെ ബേസ് ചെയ്തിട്ടാണ് കോപ്പർ സൾഫേറ്റിൻ്റെ വില വരുന്നത്. അപ്പം കോപ്പർ സൾഫേറ്റ് അടിക്കണം എന്നുള്ളവർ നേരത്തെ മുൻകൂട്ടി മേടിച്ച് വെക്കാൻ ശ്രമിക്കുക. ആ ഒരു പ്രശ്നങ്ങളും കൂടെ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഇരിക്കേണ്ട കാര്യമാണ്. എന്ന് വെച്ചാൽ നമുക്കറിയാം ഈ ഒരു വേനൽക്കാലത്ത് നമുക്ക് ആദായമൊക്കെ കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് മേടിച്ച് വെക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഫോസ്ഫറസ്, സൾഫർ, കോപ്പർ പോലുള്ള സാധനങ്ങൾക്കെല്ലാം വില നല്ലപോലെ കൂടാൻ സാധ്യതയുണ്ട്. അതെല്ലാവരും ഓർമ്മ വെക്കുക. പിന്നെ നമുക്ക് വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യം പറയാനുള്ള, നമ്മൾ കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ ഗ്രൂപ്പിലൂടെയും വീഡിയോയിലൂടെയൊക്കെ നമ്മൾ പറയുന്നതാണ് നമ്മൾ ഫിപ്രോനിലിൻ്റെ ഉപയോഗം കുറയ്ക്കുക, ഫിപ്രോനിലിൻ്റെ ഉപയോഗം കുറയ്ക്കാമെന്ന്. കഴിഞ്ഞ് ഇന്നൊരു ദിവസം തന്നെ നമുക്ക് 2-3 കസ്റ്റമേഴ്സ് ഒരു 15% ഫിപ്രോനിൽ വരുന്ന ഫിപ്രോനിൽ പ്ലസ് ക്ലോറാട്രാനിലിപ്പോൾ വരുന്ന കോമ്പിനേഷനൊക്കെ ഏതാ കടകളിൽ നിന്ന് വേരുപുഴുവിന് ഡ്രെഞ്ച് ചെയ്യാനായിട്ട് കൊടുത്തുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നമുക്ക് അയച്ചു തന്നു. നമുക്ക് ഇവരോട് പറയുകയല്ലാതെ നമുക്ക് ആരെയും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഫിപ്രോനിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ തേനീച്ചകൾ പൂർണ്ണമായിട്ട് നശിച്ചിട്ട് നമുക്ക് ഒരു ഈൽഡിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും സീസൺ ടൈമിൽ പോളിനേഷൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ മഴയുള്ളപ്പോഴേ തേനീച്ചകൾ കുറവായിരിക്കും, നല്ല ശക്തമായിട്ട് മഴ പെയ്യുമ്പോൾ. ആ സമയത്താണ് നമുക്ക് ഈ സീസണും വരുന്നത്. അപ്പോൾ ഉള്ള തേനീച്ചകളെ വേനയ്ക്ക് നമ്മൾ കൊന്നു വെക്കുകയാണെങ്കിൽ നമുക്ക് സീസണിലെ ആദായത്തെ ഭയങ്കരമായിട്ട് ബാധിക്കും. ശരിക്കും ഉണ്ടാകുന്ന കായകൾക്കകത്ത് അരിമണിയും കുറഞ്ഞിട്ട് കായ്ക്ക് തൂക്കം ഒത്തിരി കുറയും. അതുപോലെ പോളിനേഷൻ കുറയുമ്പോൾ ഒത്തിരി ഡ്രോപ്പിങ്സ് ഉണ്ടാകും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഈ ഫിപ്രോനിൽ എന്ന് പറയുന്ന കെമിക്കൽ, അതേപോലെ ക്ലോത്തിയാനിഡ് എന്ന് പറയുന്ന കെമിക്കൽ ഒന്ന് സൂക്ഷിച്ച് ഉപയോഗിക്കുക. നമുക്ക് ഉപയോഗിക്കരുതെന്ന് പറയാനുള്ള യാതൊരു വോയിസും നമുക്കില്ല. അതുകൊണ്ട് സൂക്ഷിച്ച് ഉപയോഗിക്കുക നിങ്ങൾ. അതേ ഇതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളൂ. ഇതുകൂടാതെ നമുക്ക് പറയാനുള്ള ഒരു ചെറിയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ മെമ്പർമാർ ഫുള്ളാണ്. പുതിയ ആൾക്കാരെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. പലരും നമ്മളോട് ചോദിക്കുന്നത് ആഡ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മളൊരു തീരുമാനം എടുത്തു. നമുക്ക് ടെലഗ്രാമിലാണെങ്കിൽ എത്ര പേരെ വേണമെങ്കിലും ആഡ് ചെയ്യാം. അതുകൊണ്ട് നമ്മുടെ ടെലഗ്രാമിൻ്റെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിലോട്ട് അതിൻ്റെ ലിങ്കുകൾ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മുടെ വീഡിയോയുടെ താഴെയൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുത്തേക്കാം. ആ ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ആ ലിങ്ക് വഴി ജോയിൻ ചെയ്യാം. അപ്പം നമുക്ക് കൂടുതൽ ചർച്ചകളും കാര്യങ്ങളൊക്കെ ടെലഗ്രാമിലോട്ട് കൂടുതൽ ആളുകൾ കൂടിക്കുമ്പോൾ നമുക്ക് നല്ലതായിരിക്കും. ഇതൊക്കെയാണ് ഈ നമുക്ക് ലാസ്റ്റായിട്ട് പറയാനുള്ള കാര്യം. ഇത് കൂടാതെ എല്ലാവരും ഒരു ഓർമ്മയിൽ വെക്കുക, നമ്മുടെ ഫിപ്രോനിലിൻ്റെ ഉപയോഗം നമുക്ക് വേണ്ടതാണോ വേണ്ടാത്തതാണോ നമ്മൾ ഓർമ്മയിൽ വെക്കുക. അതേപോലെ തന്നെ നമ്മുടെ ന്യൂട്രിയൻസ് നമ്മളിവിടെ നോക്കിയാൽ നമ്മൾ പലതരം ന്യൂട്രിയൻസ് കുറച്ച് കൂടുതൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഈ 12, 11, 18 MAP പ്ലസ് SOP അങ്ങനെയുള്ള ഫോസ്ഫറസ് കൂടിയ വളങ്ങൾ, പിന്നെ സൾഫറിൻ്റെ ഇതുള്ള കണ്ടന്റുള്ള വളങ്ങൾ, പിന്നെ നമ്മുടെ കോപ്പർ സൾഫേറ്റ് പോലുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് വെക്കാൻ പറ്റുന്നവർ മേടിച്ച് വെക്കാം. നമുക്ക് എന്ന് വെച്ചാൽ സീസൺ ടൈമിൽ ഇതൊക്കെ അവൈലബിൾ ആയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ലേബറിൻ്റെ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവരും ഒരു ഓർമ്മ വെച്ചാൽ മതി. നമുക്ക് സാഹചര്യം കിട്ടുന്ന പോലെ ഇതൊക്കെ ഒന്ന് മാനേജ് ചെയ്യുക. ഇതൊക്കെയാണ് ഈ വീഡിയോകൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞാൽ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി. നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. അത്രയൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി.